ചേച്ചി ആദ്യത്തെ ഇരയല്ല, അവൻ്റെ രണ്ടാമത്തെ ഇരയാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് അവൻ ഉപദ്രവിച്ച് അവളെ കൊന്നു. കാരണം ഇത് ആദ്യമായിട്ടല്ല അവൻ ചെയ്യണത്. അപ്പോൾ അവൾക്ക് അവിടെ മറുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മരണം ഉറപ്പാണെന്ന് അവൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ടായിരിക്കും അവൾ ഒരു പക്ഷേ കുഴപ്പമില്ല എന്നൊരു വാക്ക് അവൾ പറഞ്ഞത്. ചെറുപ്രായമല്ലേ, അപ്പോൾ ഒരു ആഗ്രഹിച്ചിട്ടുണ്ടാവും, പക്ഷേ തിരഞ്ഞെടുത്ത ആൾ ശരിയല്ല. വീണ്ടും ഒരു ഇര കൂടി. രഞ്ജിത്ത് എന്ന കാബാലികന്റെ വലയിൽപ്പെട്ടുപോയ മായ ദുരൂഹമായി കൊല്ലപ്പെട്ടിരിക്കുകയാണ്. എന്താണ് ശരിക്കും മായ എന്ന പാവം സ്ത്രീക്ക് സംഭവിച്ചത്? എൻ്റെ വിശ്വാസം രഞ്ജിത്ത് എന്ന് പറഞ്ഞ വ്യക്തി കൊന്നതെന്നാണ് എനിക്ക് ഉറപ്പ്. അവളെ മുഖത്തുള്ള പാട്, അവൾ 10:30 മൂത്ത ചേട്ടൻ, അതായത് ആദ്യത്തെ ഭർത്താവ് മനോജ് ചേട്ടൻ്റെ അമ്മയെ വിളിച്ച് പറഞ്ഞു, ഞാൻ വരുവാണ്, തിരിച്ച് വരുവാണ്, എൻ്റെ മക്കളെ നോക്കാൻ ഞാൻ വരുവാണ്. കുട്ടിയുടെ അടുത്താണ് പറഞ്ഞത്, ഇളയ കുട്ടിയുടെ അടുത്ത്. അവനെ വേണ്ടാന്ന് വെച്ച് വരുവാണെന്ന് പറയുന്നത് 10:30. അത് കഴിഞ്ഞ് അവളെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല, ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടൊന്നും കിട്ടിയിട്ടില്ല. അവൾ വരാനായിട്ടാണ് ഈ ഡ്രസ്സ്, ബ്ലൂ കളർ ജീൻസും ബ്ലൂ കളർ ഷർട്ടും ഇട്ടിട്ട് വന്നത് അവൾ വരാനുള്ള രീതിക്കാണ്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് അവൻ ഉപദ്രവിച്ച് അവളെ കൊന്നു. കാരണം ഇത് ആദ്യമായിട്ടല്ല അവൻ ചെയ്യണത്. ഇതിന് മുന്നേ, ഇവളെ കൊണ്ടുപോകുന്നതിന് മുന്നേ ഇവളെ നെറ്റിയിൽ ഇടിച്ച് 5 സ്റ്റിച്ച് വന്ന് പാട് കണ്ട ആൾക്കാരുണ്ട് അവളെ ഇടിക്കുന്നത്. ആ ഇളയ കുട്ടിയുടെ മുമ്പിലിട്ട് പല പ്രാവശ്യമായിട്ട് അവ ഉപദ്രവിക്കുന്നതും കൊച്ചു വന്ന് പരാതി പറയാറുമുണ്ട്. നമ്മളിതിനെതിരെ എല്ലാം പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുമ്പോൾ ഇത് കുട്ടികളുടെ വാക്ക് വാല്യൂബിൾ അല്ല, ചേച്ചി പരാതിപ്പെടുന്നില്ല, അവൻ എന്തോ ഭീഷണിപ്പെടുത്തിയിട്ടോ അവൻ എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പറഞ്ഞതെന്ന് വെച്ചാൽ, നിന്നെ ഒറ്റയ്ക്ക് ഞാൻ ജീവിക്കാൻ അനുവദിക്കില്ല, അങ്ങനെ നീ പോവുകയാണെങ്കിൽ മരണത്തോടെ അവസാനിക്കുള്ളൂ എന്ന് പറഞ്ഞു. അത് എപ്പോഴും അവൻ പറയുന്ന വാക്കാണ്. അതിനിപ്പോൾ അവൻ പ്രവർത്തിച്ച് കാണിച്ചു. അവൾ തിരിച്ചു വരാൻ ആഗ്രഹിച്ച് വരാനായിട്ട് വന്നവളാണ്, അതുകൊണ്ടാണ് അവൻ കൊന്നത്. എനിക്ക് ഉറപ്പ്. 10 മാസത്തെ കാലാവധിക്കിടയ്ക്ക് വീട്ടുകാരുമായിട്ടൊക്കെ ഒരുപാട് ഇല്ല, ഞാൻ അവളെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. അവളെ ഓണത്തിനാണ് അവളെ കൊണ്ടുപോകുന്നത്. കരഞ്ഞ് ഞാൻ കാല് പിടിച്ച്, അവൾ കുട്ടികളെ കൊണ്ടുപോകണമെന്ന് നിർബന്ധം പറഞ്ഞു. ഞാൻ പറഞ്ഞു കൊണ്ടുപോവല്ലും, ഇവനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചു. എൻ്റെ ചേച്ചി ആദ്യത്തെ ഇരയല്ല, അവൻ്റെ രണ്ടാമത്തെ ഇരയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ചേച്ചി പോവല്ലും, ഇവന് ദേഹോപദ്രവം ചെയ്തിട്ടാണ് പെൺപിള്ളേരെ ഒഴിവാക്കുന്നത്, അങ്ങനത്തെ ഒരു സ്വഭാവമുണ്ട്, പോവല്ലും, കുട്ടികളെ കൊണ്ടുപോകണ്ട, സേഫല്ല, മൂത്ത കുട്ടി ഓട്ടിസമാണ്. അപ്പോൾ ആ കുട്ടിയെ എന്തെങ്കിലും ചെയ്യുമെന്നുള്ള ഭയം കൊണ്ട് ചെയ്താലും പ്രതികരണ ശേഷി ഇല്ലാത്ത കുട്ടിയായതുകൊണ്ട് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ്. അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ മക്കളെ പിരിക്കല്ലേ നീതു. അപ്പം ഞാൻ SIയുടെ അടുത്ത് ഡയറക്റ്റ് പോയി കരഞ്ഞ് പറഞ്ഞു, സാറേ കുട്ടികളെ നമുക്ക് അവൻ്റെ കൂടെ സേഫ് അല്ല. അപ്പോൾ SIയും പറഞ്ഞ്, അമ്മ ജീവനോടെ ഇരിക്കണം, അച്ഛൻ മാത്രമേ മരിച്ചിട്ടുള്ളൂ. അപ്പോൾ ആ അമ്മയുടെ കൂടെ നമുക്ക് വിടാനുള്ള നിയമവശമുള്ളൂ, വേറെ വശമില്ല, കാരണം അമ്മ ജീവനോടെ ഇരിക്കുകയാണ്. അപ്പോൾ അവൾ സേഫ് അല്ല, പിള്ളേർ സേഫ് അല്ല. പറഞ്ഞാൽ അത് നിങ്ങൾ ചൈൽഡ് വെൽഫെയറിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് എടുത്തു, അല്ലാതെ വേറെ ഇവിടെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു. പിള്ളേരെ കൊണ്ടുപോയി അവൾ നിർബന്ധം പറഞ്ഞ് പിള്ളേരെ പിള്ളേരെ ഉപേക്ഷിച്ചിട്ടല്ല അവൾ പോയത്. അതായത് മനോജേട്ടൻ മരിച്ച് 8 വർഷം അവൾ വേറെ ഒരു പേരുദോഷം ഉണ്ടാക്കിയിട്ടില്ല. അവൾ ഈ 8 വർഷത്തിന് ശേഷം അവൻ്റെ ട്രാപ്പിൽ പെട്ടുപോയാണ്, പ്രണയം എന്ന് പറഞ്ഞ ട്രാപ്പിൽ പെട്ടു. അവൾക്ക് സ്നേഹം കൊടുക്കാൻ ആളില്ല, അല്ല ഇത്രയും 8 വർഷം ഭർത്താവില്ലാതെ ജീവിച്ച അവൾക്ക് അവൻ കൊടുത്ത ആ ഒരു ചെറിയ സ്നേഹം അവൾക്ക് വലിപ്പമായിട്ട് തോന്നി, വലുതായി തോന്നി. അതുകൊണ്ട് അവനെ വിശ്വസിച്ചിറങ്ങിപ്പോയതാണ്, ജീവിക്കാൻ വേണ്ടി. കുട്ടികളെയും കൊണ്ടാണ് പോയത് ജീവിക്കാൻ, അല്ല അവൾ വേറൊരു ഉദ്ദേശത്തിനും പോയതല്ല, ജീവിക്കാൻ വേണ്ടി. എല്ലാവർക്കും ഉണ്ട്, മൂത്ത ചേട്ടൻ. അതുകൊണ്ടാണ് നമ്മൾ 2-ാം മാസം കുട്ടികളെ രക്ഷപ്പെടുത്തിയാണ് നമ്മൾ. മൂത്ത കുട്ടിക്ക് ഓട്ടിസത്തിന്റെ ചികിത്സ ചെയ്യണമെന്ന് പറഞ്ഞ് ഇവന്റെ അടുത്ത് ഇവ വിട്ടുതരാൻ തയ്യാറല്ല. 2 ദിവസം മുന്നേ ഞാൻ കൊടുത്തു. ഇവൻ ആ ചേച്ചി ആ ഹോസ്പിറ്റലിൽ കുട്ടികളുടെ മുമ്പിൽ വെച്ച് ഹോസ്പിറ്റലിൽ വെച്ച് അടിച്ച്, മൂത്ത കുട്ടിക്ക് കാലിൽ ചികിത്സ തടവലൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അവിടെ അവൻ മദ്യലഹരി വന്ന് അവിടെ കൂടെ ഇരുന്ന മനോജേട്ടൻ മരിച്ചുപോയ ആദ്യ ഭർത്താവിൻ്റെ ചേട്ടൻ്റെ അമ്മയെ എല്ലാം ചീത്ത വിളിച്ചു. എവളെയും ചീത്ത വിളിച്ചതിനെ ബേസിക്കലി ഇവനെ ഒഴിവാക്കാൻ ശ്രമിച്ചു, തള്ളിക്കൊണ്ടുപോകാൻ. ആ ഒരു വൈരാഗ്യത്തിൻ്റെ പുറത്ത് ആ ആശുപത്രിയുടെ നടയിൽ വെച്ച് അവളെ അടിച്ചു. അപ്പോൾ ഇളയ കൊച്ചെന്നെ വിളിച്ചിട്ട് പറഞ്ഞ്, അപ്പോഴാണ് ഞാൻ അവളെ കോൺടാക്ട് ചെയ്യണം, കുഞ്ഞ് എങ്ങനെയെങ്കിലും എൻ്റെ അമ്മയെ ഒന്ന് രക്ഷിക്ക് കുഞ്ഞാന്ന് വിളിച്ച് പറഞ്ഞതിൻ്റെ പേരിൽ പേരുക്കുട സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിൻറ്റിന് പോയപ്പം ഇളയ കൊച്ച് മേജറല്ല, മൈനർ ആയതുകൊണ്ട് കേസെടുക്കാൻ പറ്റില്ല. മായയെ വിളിച്ച് വെച്ചപ്പോൾ അവൾ ഓക്കെയാണെന്ന് പറഞ്ഞു. കാരണം അവൻ്റെ സർക്കിളിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവൾക്ക് അവിടെ മറുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ മരണം ഉറപ്പാണെന്ന് അവൾക്ക് അറിയാമെന്നുള്ളതുകൊണ്ടായിരിക്കും അവൾ ഒരു പക്ഷേ കുഴപ്പമില്ല എന്നൊരു വാക്ക് അവൾ പറഞ്ഞത്. ഉറപ്പാണ് അവൻ കൊന്നത്. അതായത് ചേട്ടാ, രഞ്ജിത്തിന്റെ കാര്യം നമ്മൾ വീട്ടിലൊരു ആലോചന അവളെ മുമ്പിൽ വെക്കുമ്പോഴാണ്, അപ്പോഴും ഇവളല്ല നമ്മളോട് പറയുന്നത് ഇവൾക്ക് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന്. രഞ്ജിത്താണ്
അച്ഛനെ ചീത്ത വിളിക്കുന്നതും ഇവൾക്കൊരു ആലോചന കൊണ്ടുവന്നതിൻ്റെ പേരിലും അത് കഴിഞ്ഞ് അച്ഛനെ ചീത്ത വിളിച്ചത് ആരാണെന്ന് അറിയാൻ പാടില്ല. കുറേ ചീത്ത കണ്ടിന്യൂ ആയിട്ട് വിളിക്കുകയാണ്. അച്ഛൻ ഫോൺ നമ്പർ എനിക്ക് അയച്ചു. ഞാൻ അയാളെ വിളിച്ചപ്പോഴാണ് രഞ്ജിത്താണെന്ന് മനസ്സിലാവണത്. പുള്ളിക്കാരനാണ് പറഞ്ഞത് എനിക്ക് മായയെ കെട്ടിച്ച് തരണം. അല്ല നിങ്ങളുടെ വീടിന് ഈ പരിസരത്ത് എങ്ങനെയുള്ള ആളാണ്? അല്ലല്ല, അവരെങ്ങനെയാണ് പരിചയപ്പെടുന്നത്? നമ്മളെ ഓട്ടോറിക്ഷ ഓടാൻ വന്നതാണ്. അച്ഛനാണ് ഓട്ടോറിക്ഷ ഓടാൻ കൊടുക്കുന്നത്. അവളെ പേരിലുള്ള ഓട്ടോറിക്ഷയാണ് ഓടാൻ കൊടുക്കുന്ന അച്ഛനാണ്. അപ്പം പൈസ വരുമാന മാർഗം ഈ ഓട്ടോറിക്ഷ ആയിരുന്നു? അല്ല, അവൾക്ക് ഡെയിലി വേക്കൻസി ഫയർ ആൻഡ് സേഫ്റ്റി റെസ്ക്യൂവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു വരുമാനമുണ്ട്. പിന്നെ നമ്മളെല്ലാ വീട്ടുകാരും കൂടെയാണ്. നമ്മളെ ചേട്ടൻ്റെ വീട്ടുകാരായാലും നമ്മളായാലും അവളെ കൂടെയാണ്. അവളെ ഒറ്റപ്പെട്ട് ജീവിച്ചിട്ടില്ല. സഹോദരൻ അവരിപ്പോഴും ഉണ്ട് അവിടെ. അവർ കരഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. അവർക്ക് എല്ലാവർക്കും അവൾ വലുതാണ്. അവൾക്ക് ആകെ ചെയ്ത തെറ്റ് അവന് അല്ല, അതായത് അവൻ എങ്ങനെയെങ്കിലും അവളെ വീഴ്ത്താന്ന് വെച്ചാൽ അവൻ്റെ ആവശ്യമാണ്. ഇവളുടെ കയ്യിലാണ് ഗൂഗിൾ പേ പൈസ അയക്കണത്, വണ്ടിയുടെ ഓടുന്ന കളക്ഷൻ. അപ്പോൾ ഇവൻ ട്രാപ്പിലാക്കി. അങ്ങനെ വരുമ്പോൾ ഗൂഗിൾ പേ പൈസ കിട്ടണോ വേണ്ടെന്നുള്ളത് അവൾ പറയും പോലെ ഇരിക്കും. അതിലേക്ക് അവൾ വിശ്വസിച്ച് വീണു. ആ വീട്ടിൽ ഒരാളും കൂടെ ഇടയ്ക്കിടയ്ക്ക് സന്ദർശനമായിട്ടുണ്ടെന്നൊക്കെ ഒരു വ്യാജ വാർത്ത. അത് ഇങ്ങനൊരു വ്യക്തി ഉണ്ടെന്ന് എവള് അമ്മയോട്, അതായത് മൂത്ത ചേട്ടൻ്റെ അമ്മയോട് പറഞ്ഞു. ഒരു വ്യക്തി അവൻ്റെ ഫ്രണ്ട് കൂടെ വരുന്നുണ്ട് പോകുന്നുണ്ടെന്ന് പറഞ്ഞെന്നല്ലാതെ ഇതിനെക്കുറിച്ച് ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമ്മളിൽ ആർക്കും അറിയില്ല. ശരിക്കും ട്രാപ്പിൽ. അത് അവൻ്റെ ആദ്യത്തെ നമ്പറല്ല, രണ്ടാമത്തെ നമ്പറാണ്. അവൻ്റെ ഇത് സ്ഥിരം പരിപാടിയാണ്. അവൻ്റെ ഈ ഒരു കേസല്ല പോലീസ് സ്റ്റേഷനിൽ പേരുക്കട ഉള്ളത്. പല കേസുകളുണ്ട്. അതിലൊന്ന് മാത്രമാണ് എൻ്റെ ചേച്ചിയുടെ കേസ്. അവനെ സംബന്ധിച്ചിടത്തോളം അവൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിൽ നിന്നും വലിയ കേസുകൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ ഇതിൽ നിന്ന് വലിയ കേസിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു വന്നിട്ടുണ്ട്. ഇതെനിക്ക് നിസ്സാരം എന്നുള്ള രീതിയിലാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്താൽ എന്നുള്ള മട്ടിൽ അവന് ഉറപ്പ്. നമ്മളെ വീട്ടിൽ നിന്ന് ആരും അവനെ ഉപദ്രവിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ പോവില്ല. മായ ഓഫീസിലൊക്കെ എങ്ങനെയായിരുന്നു സഹപ്രവർത്തകരുടെയും? അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു ധാരണ സംഭവം മായക്ക് വരേണ്ടതുണ്ടോ? മായെ ഞങ്ങൾക്ക് ഒരു 4 വർഷമായിട്ട് നമ്മൾ ഫയർഫോഴ്സിൻ്റെ കീഴിൽ സിവിൽ ഡിഫൻസ് എന്ന് പറഞ്ഞ ഒരു സേനയിലുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഓരോ ആൾക്കാർ ഓരോ ഡ്യൂട്ടി ചെയ്യുന്ന സേവനം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓരോ ഡ്യൂട്ടി വരുമ്പോഴും നമ്മൾ എല്ലാവരും കൂടെയാണ് പങ്കെടുക്കുന്നത്. ആ ടൈം തൊട്ട് മായനെ ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് അറിയുന്നത്. ഞങ്ങളുടെ അടുത്ത ഇതാണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും മായ ഷെയർ ചെയ്യുന്നതാണ്. മായ നല്ലൊരു വ്യക്തിയാണ്. അവൾ ഇത്രയും കാര്യം ഒരു 8 വർഷത്തോളം അവൾ കുട്ടികളെ നോക്കി നല്ലതിലാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇടയ്ക്ക് ഇവള് ഈ പയ്യൻ്റെ കൂടെ പോയത് നമുക്കറിയില്ല. പിന്നെ ഈ ആറ്റുകാൽ പൊങ്കാല ഡ്യൂട്ടി വന്നപ്പോഴാണ് നമ്മൾ 10 വർഷങ്ങൾക്ക് ശേഷമാണ് 2 കുട്ടികൾ വളർന്നു വരുന്നത്. അതിനകത്ത് ഒരാൾക്ക് ഓട്ടിസം ബാധിച്ചിരിക്കുന്നു. ജീവിക്കാനുള്ള ബന്ധപ്പാടുകളും കാര്യങ്ങളും ഉണ്ട്. ചിലപ്പോൾ ഒരുപക്ഷെ ഒരു പുരുഷ തുണ വേണം എന്ന് ആഗ്രഹിച്ചായിരിക്കും അവർ പോയത്. പക്ഷെ ഇതൊരു ട്രാപ്പിലാണ് അകപ്പെട്ടതെന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചിത്രം വ്യക്തമാകുന്നത്. ഓഫീസിൽ നിങ്ങളുടെ ഈ മാർച്ച് 10 ഇവള് എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇവള് ഭർത്താവും ഇവളും കൂടെയാണ് വന്നത്. ഇപ്പോൾ ഈ രഞ്ജിത്ത് എന്ന് പറഞ്ഞ പയ്യനും അവളും കൂടെയാണ് വന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ എനിക്കൊരു ലാബ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഞാൻ ആർക്കെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞ് രഞ്ജിത്ത് വേണമെന്ന് പറയുന്നുണ്ട് ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ നോക്കിക്കോളാന്ന് പറഞ്ഞാൽ അവരെടുക്കാൻ വേണ്ടിയിട്ട് 2 പേരും കൂടെ രാത്രി ഒരു മാർച്ച് 10 മുന്നെയോ 10 ശേഷമാണ് അവർ വന്നത്. ഒരു 7-7:30 സമയത്ത്. അപ്പോൾ വീടിനകത്തോട്ടൊന്നും കയറില്ല, മുറ്റത്ത് തന്നെ ഓട്ടോയിൽ വന്ന് ഇതിനെയും കൊണ്ടുപോയി. ഒരു 5 മിനിറ്റ് ഒരു 10 മിനിറ്റ് നിന്ന്. അങ്ങനെ അന്നാണ് ഞാൻ ലാസ്റ്റ് അവളെ കണ്ടത്. അതിൻ്റെ ശേഷം 1-2 തവണ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട്. എന്തായി, അവൾ കരഞ്ഞോ അതൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. വീട്ടുകാരെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് രഞ്ജിത്ത് നിരന്തരമായൊരു ഉപദ്രവം ഉണ്ടായിരുന്നു. അതൊക്കെ എന്തെങ്കിലും പറഞ്ഞുകയോ പങ്കുവെക്കുകയോ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. നമ്മളൊക്കെ പറഞ്ഞിട്ടുണ്ട് അവനെ ഉപേക്ഷിച്ച് നീ വീട്ടിൽ പോകുന്നൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതിൽ നമ്മളൊക്കെ. എനിക്ക് തോന്നുന്നത് ആ വീട്ടിൽ പോകാനുള്ള തീരുമാനം ഏകദേശം എടുത്ത് നമ്മള് അവളുടെ അമ്മ എല്ലാവരും പറയുന്നത് നീ അവനെ ഉപേക്ഷിച്ച് ചെല്ലണം, അങ്ങനെ ഞങ്ങൾ ചെല്ല്. അവർക്ക് എന്തായാലും പേരൻസ് നല്ലതല്ലേ പറഞ്ഞു കൊടുക്കുകയുള്ളൂ. അപ്പോൾ നീ പിള്ളേർക്ക് വേണ്ടി നീ വേറെ കടുങ്കൈയൊന്നും ചെയ്യരുത്, ആത്മഹത്യ അങ്ങനെയുള്ളതൊന്നും ചെയ്യരുത്, നീ പിള്ളേർക്ക് വേണ്ടി ജീവിക്കണം. പക്ഷേ അവൾ ഒരിക്കലും ആത്മഹത്യ ഇല്ല. അവൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് ഞങ്ങൾക്ക് ബലമായ. ആത്മഹത്യ ഒരു തെങ്ങുംതോപ്പിലാണ് ഇപ്പോൾ മരിച്ച് കിടന്നവർ കാണപ്പെടുന്നത്. തെളിവുകളൊക്കെ ആത്മഹത്യ അല്ല. നമുക്ക് പിന്നെ അതൊന്നുമില്ല. പിന്നെ വിളിച്ച കോണ്ടാക്ട്, പിന്നെ നമ്മൾ ഓരോരുത്തരും ജോലിയുടെ കാര്യമായിട്ട് നമുക്ക് എപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ അവളെ ഞങ്ങൾക്ക് അറിയാവുന്ന മായ അങ്ങനെ ഈ ഇതിലൊക്കെ പറയുന്ന പോലുള്ളൊരു നല്ലൊരു ഇതാണ്. വേറെ അനാവശ്യമുള്ള സ്വഭാവക്കാരിയൊന്നുമല്ല. മായ ചേച്ചിയുടെ പരിചയം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിവിൽ ഡിഫൻസ് വോളണ്ടിയറാണ് ഫയർഫോഴ്സിൻ്റെ കീഴിൽ. അപ്പോൾ എല്ലായിടത്തും സോഷ്യലായിട്ട് ഇടപെടണം, എപ്പോഴും ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരു ചേച്ചിയായിരുന്നു. 2 മക്കളെ ഞാൻ ആദ്യം അറിഞ്ഞില്ല ഭർത്താവ് മരിച്ചു പോയതാണെന്ന്. പക്ഷെ അതൊന്നും ഫേസിലില്ലാതെ 2 മക്കളെയും നല്ലതായിട്ട് വളർത്തുന്ന ഒരു ചേച്ചിയായിരുന്നു. പിന്നെ ഞാൻ
നമ്മൾ ജോലിക്ക് നമുക്ക് ഡെയിലി വേക്കൻസി ജോലി ഉണ്ടായിരുന്നു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ. അപ്പോൾ അപ്പോഴാണ് അറിഞ്ഞത് ചേച്ചിക്ക് ഹസ്ബൻഡ് ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങനെ നമ്മുടെ നമ്മുടെ കൂട്ടത്തിൽ ഇപ്പോൾ ആണുങ്ങളുണ്ട്, എല്ലാവരും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇടപെടുന്നതിൽ ഒരിക്കലും ഒരു ബ്ലാക്ക് മാർക്ക് ഇട്ടിട്ടില്ല. ഫയർഫോഴ്സിലാണ് നമ്മൾ വോളണ്ടിയർഷിപ്പ് ചെയ്യണത്. ജോലിയോട് നല്ല ആത്മാർത്ഥതയാണ്. അതുപോലെ തന്നെയാണ് പുള്ളിക്കാരുടെ വോളണ്ടിയറിങ് നല്ല ഇതാണ്. അപ്പോൾ അതിൽ ഇത്രയും തിരക്കിനിടയിലും അതൊക്കെ കൃത്യമായിട്ട് അത് ലീഡ് ചെയ്യണത് ഇത്രയും നല്ലൊരു അതിനുള്ള ഒരു ഇതൊന്നും ചേച്ചി, ഞാൻ ആ കഥ അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തന്നെ ഇത് റെസ്പെക്ട് തോന്നി ചേച്ചിയുടെ അടുത്ത്. അങ്ങനത്തെ ഒരു ചേച്ചിയായിരുന്നു. പക്ഷെ പുറത്ത് പറയാറില്ല, അതെ അങ്ങനെയാണ്. അപ്പോൾ അപ്പോഴേ പിന്നെ ഇതുപോലെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞു, ഒരു സുപ്രഭാതത്തിൽ അറിഞ്ഞു. പിന്നെ ഇടയ്ക്ക് 2 വർക്കിന് കണ്ടപ്പോഴത്തേക്കും IFFK വർക്കിന് കണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നല്ല മെലിഞ്ഞിട്ട് ഉണങ്ങി സേഡായിട്ടൊരു ചേച്ചിയെ കണ്ടു. അപ്പോൾ ഞാൻ ചേച്ചി എന്ത് ചേച്ചി, കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, പുതിയ ഒരു ലൈഫ് തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പോൾ ചേച്ചി പറഞ്ഞു, എടാ അത് ഇങ്ങനെയാണ്, ചെറിയ എന്തോ ഇഷ്യൂസൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു, പുള്ളിക്കാരനായിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞായിരുന്നു. അതിനുശേഷം ഞാൻ പിന്നെ കണ്ടിട്ടില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു. ഇവിടെ നിന്നപ്പോ ചേച്ചിയുടെ കാര്യം ഇൻഡിപെൻഡന്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരുന്നപ്പോഴേക്കും ആരോഗ്യം ഉണ്ടായിരുന്നു. ഇത്തരത്തിലൊരു സംവിധാനത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും അതിനകത്തൊരു ഇവരെല്ലാം പറഞ്ഞ പോലെ ട്രാപ്പിലകപ്പെട്ട് അതിനകത്ത് ചിലപ്പോൾ അത് പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അവർക്ക് കാണുമായിരിക്കാം. അങ്ങനെയാണല്ലോ കുടുംബക്കാരുമായിട്ടൊന്നും അധികം കാരണം അവരൊക്കെ ചിലപ്പോൾ നിർബന്ധിച്ച് പോകരുതെന്ന് പറഞ്ഞിട്ടൊക്കെ പോയതിന്റെ ഒരു തീർച്ചയായും. അത് മാത്രമല്ല, സോഷ്യൽ മീഡിയ ഓൺലൈൻ മീഡിയയിൽ കണ്ട ഒരു ആൺ സുഹൃത്ത് വേറെ ആരുടെ കാര്യം. പക്ഷെ ഞങ്ങള് ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്കും ഇപ്പൊ ഞാനുണ്ട്, ഗേളായിട്ട് ചേച്ചിയുണ്ട്, ഏകദേശം ഈ ചേച്ചി ആശ ചേച്ചിക്ക് ഉണ്ടായിരിക്കും ഫുള്ള്. പക്ഷെ അത് നിങ്ങളെ ആരും ബന്ധപ്പെടാത്തത് ആ വീട്ടിലെ അയൽവാസികളുടെ അടുത്തൊക്കെ അന്വേഷിച്ചപ്പോഴും അറിയുന്നത് ആ ഭർത്താവും ഒരുമിച്ച് ഒരാൾ സ്ഥിരമായിട്ടൊക്കെ അവിടെ വരുന്നത് ഭർത്താവിന്റെ കൂട്ടുകാരനായിരിക്കും. അജയ്ക്ക് ബ്ലാക്ക് മാർക്ക് ഇല്ല. കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത്ര വർഷമായിട്ട് നമുക്ക് അയാളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ള ബാക്കിയുള്ള എന്താണ് നടന്നതെന്നുള്ള ഈ ദുരൂഹത മാറിക്കിട്ടും. പക്ഷെ നഷ്ടപ്പെട്ടത് ഒരു 2 കുട്ടികളുടെ അമ്മയാണ്. മാത്രമല്ല ഓട്ടിസം ബാധിച്ച കുട്ടിയുടെ അവരുടെ അവസ്ഥ, അവരെ നാളെ ആര് വളർത്തുമെന്നൊക്കെ ഉള്ളൊരു സംഭവം ഇതിനകത്ത് ഇങ്ങനെ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഒരുപക്ഷെ അവര് ചെയ്തോ തെറ്റോ ഒക്കെ, പക്ഷെ 2 കുട്ടികളുടെ ഭാവി യഥാർത്ഥത്തിൽ അതിനകത്തൊരു നിർണായക ഘടകമാണ്. കൂട്ടാലോചിച്ചിട്ടുണ്ടാവുക, ചെറുപ്രായമല്ലേ, അപ്പോൾ ഒരു ആഗ്രഹിച്ചിട്ടുണ്ടാവും. പക്ഷെ തിരഞ്ഞെടുത്ത ആൾ ശരിയല്ല. നമ്മളെല്ലാവരും ചേർത്ത് ചിട്ടി തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാനും ചേർന്നിപ്പോൾ 5ാമത്തേതാണ്. അപ്പോൾ ആ ചിട്ടി കഴിഞ്ഞ പ്രാവശ്യം ഇട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ ഇടാത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞാൽ എൻ്റെ മോളെയും കൊണ്ട് ഞാൻ ആശുപത്രി ഇരിക്കുകയാണ് ചേട്ടാ, അതുകൊണ്ടാണ് ഇടാത്തതെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഓൺലൈൻ വഴി നമുക്ക് കാണിച്ചു തരും, ചിട്ടി ഇടുന്നതെല്ലാം കാണിച്ചു. അപ്പോൾ നമ്മളെല്ലാം അതിനകത്ത് ഗ്രൂപ്പിലോട്ട് കയറും. അപ്പോൾ ഇപ്രാവശ്യം ഇട്ടപ്പോൾ ഏകദേശം നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാർക്ക് എല്ലാം അറിയാമായിരുന്നായിരിക്കും. നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ ഇതുപോലെ തങ്കമായ ഒരു കൊച്ച് നമ്മൾ കണ്ടില്ല. അത്രയും നല്ല ഇതാണ്, സോഷ്യൽ പെരുമാറ്റമാണ്, നമ്മളുടെ എല്ലാം നല്ല പ്രത്യേകിച്ച് ഭർത്താവില്ല, അങ്ങനെയൊന്നും നമുക്ക് അറിഞ്ഞൂടാ. അത്ര നല്ല സ്വഭാവവും ഇതൊക്കെയാണ്. ഞാൻ സത്യം പറയാം, ഞാൻ ജീവകാരുണ്യ പ്രവർത്തനമൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഈ കുട്ടി ഞാൻ ഇപ്പം ചോദിച്ചപ്പോഴാണ് മോക്ക് സുഖമില്ല ആണ്, അതുകൊണ്ടാണ് ഞാൻ ചിട്ടി ഇടാത്തത്, വന്നോണ്ടാണ് ഞാൻ ഇടും എന്ന് പറഞ്ഞു. അങ്ങനെ ചിട്ടി ഇട്ട്. അപ്പം ഓൺലൈൻ അല്ലാതെ ഇട്ട്. അപ്പം ഈ ചിട്ടി എൻ്റെ രഞ്ജിത്തിനാണ് വിടുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ രഞ്ജിത്താര് എന്ന് ചോദിച്ചു. അപ്പം ഭർത്താവിനാണ്. രഞ്ജിത്തും ഭർത്താവ് എനിക്കൊന്നും ഔദ്യോഗികമായുള്ള ഒരു പേപ്പർ വർക്കിലൂടെ അല്ല. അപ്പം അവനാണ് ചിട്ടി വിടുന്നതെന്ന് പറഞ്ഞു. അപ്പം ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇനി അടുത്ത ചിട്ടി, അപ്പം ഞാൻ ഈ ഒരു ചിട്ടി വിടുന്നതുകൊണ്ട് തന്നെ അടുത്ത ചിട്ടിയുടെ പൈസ ഓൺലൈൻ വഴി അയച്ചു കൊടുക്കും. നമ്മുടെ അത്രയും കഷ്ടപ്പെട്ടൊക്കെയാണ് അത്രയും നല്ലൊരു മനസ്സിലായി. അതാണ് ഞാൻ ചേർന്നത്. സഹപ്രവർത്തകരുടെ സപ്പോർട്ട് യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. നല്ല ഞാൻ ഇപ്പോഴും നമ്മുടെ സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്ന് നമ്മൾ ഫയർഫോഴ്സിൽ ഒരു ഇതുണ്ടായിരുന്നു. ഒരു സാർ ഇപ്പം പെൻഷനായി. സാറിൻ്റെ ഇതിനും ഞാനും പൊന്നാട ചേർത്തി, അവളും പൊന്നാട ചേർത്തി, എല്ലാം നല്ല ഹാപ്പി ആയിട്ടാണ്. പിന്നെ അത് നമുക്കുള്ളിൽ ഒരു ഇത് കേട്ടോടനെ തന്നെ നമ്മൾ സ്റ്റക്കായി കഴിഞ്ഞു. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു കൊച്ച് മരണപ്പെട്ടെന്ന് പറഞ്ഞപ്പം അത് എന്നെ വിളിച്ച് വേറൊരു കുട്ടിയാണ് പറഞ്ഞത്. ഞാൻ ഈ വാട്സപ്പിൽ നോക്കാൻ പോകില്ല. അപ്പോൾ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് അണ്ണാ, അത് തന്നെ അങ്ങനെ സംഭവിച്ചാന്ന് ചോദിച്ചാൽ അപ്പോഴാണ് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഞാനൊരു 6 കൂടപ്പുറപ്പിൻ്റെ കൂടെ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ആ ഒരു നല്ല നിങ്ങൾക്കെല്ലാം ഒരു തീർച്ചയായിട്ടും നല്ല ദുഃഖം വരുന്ന തീർച്ചയായിട്ടും